ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു പൂരം അൺബോക്സിങ് ആട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ റിവ്യൂവിനും പോയൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂരത്തിന് പോയി അമ്മയുടെ വീട്ടിൽ, പൂരത്തിനല്ല അവിടെ പോയി ഊണ് കഴിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോയിൽ തന്നെ ഞാൻ എനിക്ക് അജുവും സാധനം, അതായത് പൂരത്തിന് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കണം, ആ മേടിച്ച സാധനങ്ങൾ കുഞ്ഞൊരു ഒരു ക്ലിപ്പിങ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടു. അപ്പോൾ അതേ ഞാൻ കുപ്പികളൊക്കെ ഇട്ടിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഒരു ബ്രൗൺ ആൻഡ് ബ്ലൂ കോമ്പിനേഷനുള്ള കുപ്പികളെ. എൻ്റെ ചുരിദാറിന് മാച്ചൊന്നുമല്ല, എനിക്ക് എന്തോ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി എടുത്തിട്ടു. അപ്പോൾ അതേ ഞാൻ പൂരത്തിന് മേടിച്ച സാധനങ്ങൾ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇതുവരെ 26-ാം തീയതി ആയിരുന്നു പൂരം. ഇന്നിപ്പോൾ ഇതേ 28 29 ആയില്ലേ? ഇല്ല, 27 തോന്നുന്നു. ഇല്ലല്ലോ, വെള്ളിയാഴ്ചയായിരുന്നു. 24-ാം തീയതി ആയിരുന്നു പൂരം. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയില്ലേ? 4-5 ദിവസം കഴിഞ്ഞു. അപ്പോൾ 27 ഞാൻ ഡേറ്റ് പറഞ്ഞുതരാം. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കാരണം എനിക്ക് ഡേറ്റും ഒന്നും ഓർമ്മയില്ല. 28-ാം തീയതി ആയിട്ടോ ഒന്ന്. അപ്പോഴേ ഞാൻ സാധനങ്ങളൊന്നും തുറന്നിട്ട് പോലുമില്ല. ആ കവറിലത് ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ട് ഞാൻ അത് തുറക്കുള്ളൂ ഉപയോഗിക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. ഒരു നൊസ്റ്റാൾജിക് ഫീലുള്ള ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ഇട്ടത്. കാരണം നമുക്ക് പൂരത്തിൻ്റെ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പം മുതൽ അങ്ങനെയല്ലേ. ഞാനിപ്പോഴും ആ ചെറുപ്പത്തിൽ നിന്ന് പൊന്തിയിട്ടില്ല. എനിക്കിപ്പോഴും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് എൻ്റെ വീട്ടിലാട്ടോ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിശാൻ്റെ വീട്ടിലേക്ക് പോയി. പകൽ ഇങ്ങോട്ട് പോയിരുന്നു, കാരണം അവിടെ ആരുമില്ല. പകലെല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. ഇപ്പോൾ എൻ്റെ അവസ്ഥയിൽ എനിക്ക് പുറത്ത് പോകാനും പറ്റില്ല. എൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ സ്റ്റക്കാക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് വയ്യ. ഇപ്പം തന്നെ സമയം വൈകുന്നേരം 5 മണിയായിട്ടോ. എൻ്റെ സൗണ്ട് ഇതേ പോകുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സൗണ്ട് പോകുന്ന സമയത്ത് പിന്നെ എന്തിനാ ഈ സമയത്ത് വീഡിയോ എടുക്കണം. പക്ഷേ എനിക്ക് പകലൊക്കെ വേറെ 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പകൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത്. പക്ഷേ ഒരു 6:30 വരെയൊക്കെ സൗണ്ട് കിട്ടും. ഞാൻ കുറച്ചും കൂടി ഷാർപ്പായിട്ട് സംസാരിക്കാൻ തുടങ്ങിയാലാണ് ഇതേമാതിരി ചുമ വരാം. അപ്പോൾ നമുക്ക് ഷാർപ്പായിട്ടല്ല, സോഫ്റ്റായിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അൺബോക്സിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ളത്. അല്ലേ, വെൽ പാക്ക്ഡ് ഒന്നുമല്ല. നമുക്കറിയാലോ നമ്മുടെ പൂരപ്പറമ്പിൽ മേടിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെയല്ലേ നമുക്ക് പൊതിഞ്ഞിട്ടും കവറിലൊക്കെയാണല്ലോ തരാം. അപ്പോൾ ഇതാണ് എൻ്റെ പൂരപ്പറമ്പിൽ നിന്ന് മേടിച്ചു. ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഇത്തവണ കുറേ കമ്മലുകളാണ് അജു എനിക്ക് മേടിച്ചത്. അജു എന്ന് പറയുമ്പോൾ ദീപചേച്ചിയുടെ മോനാണ് അജു. അപ്പോൾ ചേച്ചിക്ക് എന്താ വേണ്ടത് വെച്ച് ഞാൻ പറഞ്ഞു, എന്ത് വേണമെങ്കിലും മേടിച്ചു തന്നു, ഞാൻ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ദീപചേച്ചിയുടെ ഹസ്ബൻഡാണ് പ്രമോദൻ. അപ്പോൾ പ്രമോദനെ ഗൾഫിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ത് വേണമെങ്കിലും ഒക്കെ മേടിച്ചു കൊടുക്കൊണ്ടുള്ള പൂരപ്പറമ്പേക്ക് വിടരുതിട്ട്. കാരണം എനിക്ക് വയ്യാത്ത അവസ്ഥയിലായിരുന്നല്ലോ പൂരം. പ്രമോദനായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ട് ഇവിടെ പോയിട്ടില്ലല്ലോ, പൂരപ്പറമ്പേക്ക് പോയിട്ടില്ലല്ലോ. ഞാനിതൊക്കെ ഇക്കുമത്തുകളൊക്കെ മേടിക്കാനാണ് പോകാമെന്ന് എല്ലാവർക്കും അറിയാം. മറ്റേത് അമ്മായിമാരൊക്കെ മേടിച്ചു തരും കേട്ടോ. എന്നെ കൊണ്ടുപോയിട്ട് കടകളിലൊക്കെ കൊണ്ടുപോയി മേടിച്ചു. പക്ഷെ ഇത്തവണ അതിനൊന്നും പറ്റിയില്ല. സങ്കടം, എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. നമ്മൾ ഈ പൂരത്തിനൊന്നും പോകാതിരിക്കാൻ പറ്റിയില്ല. അയ്യോ, ഇതിനകത്തേ അന്ന് അജു മേടിച്ചെന്ന് കടിച്ചാവർക്കിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴാട്ടോ സത്യം പറഞ്ഞാൽ കാണുന്നത്. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അമ്മയ്ക്കും കൊടുക്കാം. ഇവിടെ ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഇവിടെയും കൊടുക്കാം. ഒന്ന് അവിടേക്ക് പോയാൽ അമ്മ ഉണ്ടാവും അവിടെ, അപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ അൺബോക്സ് ചെയ്തുകൊണ്ട് എനിക്ക് ഈ 2 സാധനം കിട്ടി. അപ്പോൾ അമ്മായിമാരൊക്കെ എന്നെ കൊണ്ടുപോയിട്ട് സാധനങ്ങൾ മേടിച്ചു. പക്ഷേ ഇത്തവണ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാനും എൻ്റെ മാമൻ്റെ മോളും, അവൾ മാത്രമേ ഈ ഒരു പ്രായമുള്ളൂ. പിന്നെ ദീപശിശൊക്കെ വലുതായല്ലോ. അപ്പോൾ അതുകൊണ്ട് അവളാണെങ്കിൽ നാട്ടിലില്ല, അവൾ ഗൾഫിലുമാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ പെൺകുട്ടിയൊക്കെ സാധനങ്ങൾ മേടിച്ചെടുക്കുക എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് അൺബോക്സ് ചെയ്യുന്ന സാധനം കുപ്പിവളയാണ്. പക്ഷെ ഞാൻ ഇന്ന് ഇട്ട കളർ അല്ല, ഇതൊരു എന്താ പറയുക, ഒരു ഗ്ലേസിങ് ഉള്ള ടൈപ്പ് ഓഫ് ബ്ലൂ ആണേ. അഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് കിടന്നിട്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്ന സാധനം. പക്ഷെ ഇതിനകത്തേ 2 ഒരു ഹാഷ് കളർ ബ്ലൂ തന്നെയാണ്. പക്ഷെ അതിൽ കുറച്ചും കൂടി ഒരു ആഷ് കോട്ടിങ് കുറച്ചും കൂടി കൂടുതലാണ് കണ്ടോ. പക്ഷെ നല്ല രസമല്ലേ പറയാനാണ്. ഞാനിത് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അയ്യോ, ടൈറ്റല്ല. അജു സത്യം പറഞ്ഞാൽ ഞാൻ ഇല്ലാതെ പോയി മേടിച്ചതാണ് ഇതൊക്കെ. പക്ഷെ കറക്റ്റ് ഭാഗമാണ്. ഓക്കെ, നല്ല രസമല്ലേ. ഞാനിതാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇത് ഇട്ട കാരണേ എടുത്ത് കാണൂല.
വാങ്ങില്ല. ഇതുപോലെ കുപ്പികൾ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. എൻ്റെ അടുത്താണെങ്കിൽ കുറേ കുപ്പികളുണ്ട്. ഞാൻ കുപ്പികളുടെ കളക്ഷൻ തന്നെ ഒരു വീഡിയോ ആയിട്ട് വേറെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാര്യം എന്താ പറയുക, ഈ കുറേ പൊളിറ്റിക്സും മുദ്രാവാക്യമൊക്കെ വിളിച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ കൂടിയും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോട് ഭയങ്കര ക്രേസാണ്. പൊതുവേ ഈ പൊളിറ്റിക്കൽ ആ രംഗത്ത് നിൽക്കുന്ന ആളുകൾക്കൊന്നും ഇങ്ങനത്തെ ഇതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. ഭയങ്കര സിമ്പിളായിട്ടൊരു ഖദറിൻ്റെ ടോപ്പൊക്കെ ഇട്ട് നടക്കുക, ഈ വളരെ സിമ്പിളായിട്ട് നടക്കാൻ ആവശ്യം. പക്ഷേ ഞാൻ നേരെ തിരിച്ചാണ്. ഇതൊക്കെ ചെയ്യുമെങ്കിലും നമ്മുടെ ആയിട്ടുള്ള സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമെങ്കിലും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സാരി, ചുരിദാറിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ സാരി, സെറ്റുമുണ്ട്, വള, മാല, കമ്മൽ ഒരു പ്രത്യേകതരം ഐറ്റം ആളാട്ടോ ഞാൻ. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ ഞാൻ സംഘടനാ പ്രവർത്തനങ്ങൾക്കൊന്നും പോകാറില്ല, വയ്യ. നമ്മുടെ ആരോഗ്യം പണയം വെച്ചിട്ടൊരു സംഘടനാ പ്രവർത്തനം ഏറ്റെടുക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ല ഞാൻ. പക്ഷെ എന്നാലും പോവേണ്ടതുണ്ട് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾക്കൊക്കെ പോവുകയും ചെയ്യും കേട്ടോ. ഇപ്പം എന്തായാലും കുറച്ച് കാലത്തേക്ക്, ഒരു 3 മാസത്തേക്ക് ഒന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ലങ്സിനും ഹാർട്ടിനും കൂടി ഇത്തവണ ഇൻഫെക്ഷൻ വന്നതാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എങ്ങാനും മരിച്ചു പോയാലോ. അതുകൊണ്ട് ശ്രദ്ധ ഇല്ലാത്ത ഇനിയൊരു അസുഖം വരുത്തി വയ്ക്കില്ല. അതായത് എൻ്റെ ശ്രദ്ധക്കേടുകൊണ്ട് ഞാൻ ഇനിയൊരു അസുഖം വരുത്തി വയ്ക്കില്ല എന്ന് ഞാൻ മനസ്സുറച്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ അത് പറഞ്ഞത് മാത്രമല്ല. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ വള ഇവിടെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വൺ ഈസ് ഓൾസോ എനിക്ക് 2 കയ്യിലേക്കും വള പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് കളറാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തതും ബ്ലൂ കളർ തന്നെയാണ് കേട്ടോ വള. അപ്പോൾ ഞാൻ ഏതെങ്കിലും അതിൻ്റെ അടുത്ത് എനിക്കൊരു ബ്ലൂ സെറ്റ് മുണ്ട് മേടിക്കണം. അപ്പോൾ അതിന് ഞാൻ എന്തായാലും ഇതൊരു ദിവസം പെയർ ചെയ്തിട്ട് നല്ലൊരു സെറ്റ് മുണ്ടിൻ്റെ വീഡിയോ ഞാൻ ഇടണ്ട് കേട്ടോ. എനിക്കെന്തോ ഒരു നീല സെറ്റ് മുണ്ട് വേണം എന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായി. ഇതുവരെ നടന്നിട്ടില്ല. എങ്ങനെ പോയാലും മേടിക്കുമ്പോൾ അത് വേറെ മെറൂണോ ഗോൾഡൻ ടിഷ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ഒരു തവണ ഈ ബ്ലൂ സെറ്റ് മുണ്ട് മേടിക്കണം. ആ സമയത്ത് നമുക്ക് ഈ വളയൊക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ സാരിയിലോട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഈ ഷോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്, ഇട്ട് കഴിഞ്ഞാൽ നിൽക്കുന്നില്ല. ഞാനിത് കഴിഞ്ഞാൽ പോവും, അതുകൊണ്ടാട്ടോ ഷോളൊക്കെ ഇട്ട് നിൽക്കുന്നത്. ഞാൻ വീട്ടിലേക്ക് പോവും. നെക്സ്റ്റ് വൺ ഈസ് ഒരു അടിപൊളി സാധനമാണ്. അതും കുപ്പിവള തന്നെയാണ്, പക്ഷെ അതൊരു വെറൈറ്റി കുപ്പിവള. ഇതിന് എത്രയാണ്? 35 രൂപ എങ്ങാനും ഉള്ളൂ. അതെ, 35 രൂപയാണ്. ഇത് കണ്ടോ, ഒരു വളയിൽ തന്നെ 2 കളർ ഡബിൾ ഷെയ്ഡായിട്ടുള്ള കുപ്പിവള. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഞാനിത് ഇന്ന് ഇട്ടിരിക്കുന്നത് ഈ സെയിം കളറാണ്, പക്ഷേ രണ്ട് കളർ കുപ്പിവളയാണെന്ന് മാത്രം. ഇതിൽ വന്നിട്ടുള്ളത് ഇതേ കണ്ടോ, ഇട്ട് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഇത് പൂരത്തിൻ്റെ അല്ല കേട്ടോ. ഞാൻ ചെല്ലുന്നേക്കാൾ മുന്നേ ദീപ ചേച്ചി മേടിച്ച് വെച്ചിട്ടുള്ളതാണ്. പൂരത്തിന് ചെന്നപ്പോൾ എനിക്ക് തന്നതാണ്. ഇതും കൂടി കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ പൂരത്തിൻ്റെ ആണല്ലോ. അപ്പോൾ ഞാൻ അവിടുന്ന് വരുമ്പോൾ കൊണ്ടുവന്നതായതുകൊണ്ട് കേട്ടോ ഈ കവറിൽ. വാ, അടിപൊളി, എന്ത് രസമല്ലേ! നല്ല ചുവപ്പ് സാരിയുടെ കൂടെയൊക്കെ നല്ല രസമുണ്ടായിരിക്കും. ബ്ലൂ ആയിട്ടുള്ളല്ലേ കോമ്പിനേഷൻ. അതുപോലെ തന്നെ ചന്ദന കളർ സാരിയുടെ കൂടെയൊക്കെ നല്ല ഭംഗിയുണ്ടാവും. എന്നാണാവും ഈ സാരി വെച്ചിട്ട് പുറത്ത് പോവാം. ആ സമയത്ത് എനിക്ക് 2-ാം തീയതി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്. അന്ന് ഞാൻ സാരി കൊടുക്കണം എന്നുള്ള പ്ലാനിലാണ്. ഇപ്പോൾ അസുഖമൊന്നും കൂടുതലല്ല, കണ്ടീഷനൊക്കെ ഓക്കെ ആണെങ്കിൽ ഞാൻ അയ്യോ. അതെ, ഇതാണ് നമ്മുടെ 3-ാമത്തെ വള. അപ്പോൾ വള വള കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കാണാനുള്ളത് കമ്മലുകളാണ്. ഉണ്ടാകും 1, 2, 3, 4. ഇതും കമ്മല കേട്ടോ. ഇതൊക്കെ ഞാൻ കണ്ടിരിക്കുന്നു, മേടിച്ചന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. യെസ്, 1, 2, 3, 4, 5, 6 പെയർ ഓഫ് കമ്മൽ. ആദ്യത്തെ കമ്മൽ കുഞ്ഞൊരു സ്റ്റഡായിട്ടൊരു പൂമ്പാറ്റയാണ്. ഞാൻ കാണിച്ചു തരാം. ഈ മൺചിത്രത്താഴിൽ ശോഭന നാഗവല്ലി, മാങ്ങാമാല, മറ്റേ പാലയ്ക്ക ഉണ്ടോ, അങ്ങനെ ഓരോരോ സാധനങ്ങൾ എടുത്ത് പോക്കുന്നില്ലേ, അതേമാതിരത്തെ സ്വഭാവമാട്ടോ എനിക്ക്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ആക്രാന്തം. പക്ഷെ ഞാൻ അതൊക്കെ എടുത്ത് വയ്ക്കും ആവശ്യമുള്ളവർ, അതായത് എനിക്ക് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്ന ആളുകൾ, അല്ലാതെ എൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് നശിപ്പിച്ചു കൊണ്ടുവരുന്ന ആളുകളല്ല. ആ ടൈപ്പ് ആളുകൾക്ക് ഞാനിപ്പോൾ ഒന്നും കൊടുക്കാറില്ല. അതെല്ലാം
ചിലരുണ്ടാവുമല്ലോ ഇതൊക്കെ നമ്മൾ കൊടുത്താലും സൂക്ഷിച്ച് വെക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ആവശ്യത്തിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് തരുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ ചില ആളുകളോട് എനിക്ക് തിരിച്ചു മേടിക്കാനും തോന്നാറില്ല, അവരെടുത്തോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ സാധനം കൊണ്ടുപോയാൽ നല്ലപോലെ തിരിച്ചു കൊണ്ടുവരുന്ന ആളുകൾക്ക് മാത്രമേ ഞാൻ സാധനങ്ങളൊക്കെ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് കണ്ടോ, ഇതാണ് ഫസ്റ്റ് കമ്മൽ. കുഞ്ഞൊരു സ്റ്റഡാട്ടോ. അപ്പോൾ ഞാനത് ഇതിൻ്റെ കവറിൽ തന്നെ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഈ കവറിൽ നമുക്ക് പിന്നെ വയ്ക്കാം. നെക്സ്റ്റ് വൺ ഈസ് കണ്ടോ, അയ്യോ ഈ ഡ്രസ്സ് നല്ല മാച്ചില്ലേത് കാണാൻ. അതെ ഇതൊരു ഹാങ്ങിങ്സ് ആയിട്ടുള്ളൊരു കമ്മലാട്ടോ, നല്ല ഭംഗിയുള്ള സിൽവർ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ളൊരു കമ്മലാണ്. ഇതും രണ്ടാമത്തെ കമ്മൽ ഇതാട്ടോ. സത്യം പറഞ്ഞാൽ അർജുൻ്റെ സെലക്ഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ അവനക്ക് ഫോട്ടോ അയച്ചു തരുന്നുണ്ടെങ്കിലും ഫോട്ടോയിൽ വലിയ ക്ലിയർ ഒന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ അത് എന്നൊക്കെ പറഞ്ഞ് അവൻ ഇഷ്ടമുള്ളതൊക്കെ കുറേ എടുത്തിട്ടാണ് എനിക്ക് ഫോട്ടോ അവൻ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ അവനൊരു ഓൾറെഡി ഒരു സെലക്ഷൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് നല്ലത് അയച്ചു തന്നത്. അപ്പോൾ ഇതാട്ടോ രണ്ടാമത്തെ കമ്മൽ. അടിപൊളിയല്ലേ? നെക്സ്റ്റ് വൺ ഈസ് ദിസ്. ഇതാണ് എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കമ്മൽ. കണ്ടോ, ഇതും ഈ ചുരിദാറിന് നല്ല മാച്ചുണ്ട്, നല്ല ഭംഗിയിൽ കാണാൻ. ഒരു മൾട്ടി കളർ ആയിട്ടുള്ളൊരു സ്റ്റഡ് വന്നിട്ട് അതിലേക്കൊരു ജുംക്ക, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതാണ് ഞാനതിൽ അവൻ എനിക്ക് അയച്ച ഫോട്ടോയിലൊക്കെ ഇതെന്തായാലും എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ച കമ്മൽ. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇത് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കമ്മൽ, തേർഡ് കമ്മൽ. അടുത്തത് വന്നിട്ട് ഒരു കുഞ്ഞ് സ്റ്റഡാണ്, ഒരു ബട്ടർഫ്ലൈ സ്റ്റഡാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു വെറൈറ്റി ഇപ്പം ഇങ്ങനത്തെ കണ്ടോ, എൻ്റെ കഴുത്തിൽ ഗോൾഡാണ്, പക്ഷേ ഇങ്ങനത്തെ ഈ റോസ് ഗോൾഡിൻ്റെ ചെയ്യുന്ന ഭയങ്കര ട്രെൻഡാണല്ലോ. അതിൻ്റെ അറ്റത്തൊക്കെ വരുന്ന ഒരു പെൻഡൻ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ബട്ടർഫ്ലൈ പെൻഡൻ്റ്, അതിൻ്റെ ഒരു സ്റ്റഡാണ്. നല്ല ഭംഗിയുള്ളൊരു സ്റ്റഡാണ്. നോക്കിയോക്കോ, കണ്ടോ, നല്ല രസമല്ലേ കാണാൻ? ഇതും നല്ല ഭംഗിയുള്ളൊരു സ്റ്റഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ കമ്മൽ. ഇനി വന്നിട്ട് വീണ്ടും ഒരു ബട്ടർഫ്ലൈ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കമ്മൽ കണ്ടോ, ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈയുടെ മേലെ ചെറിയൊരു ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ഒരു റോസ് ഗോൾഡിൽ തന്നെ വരുന്ന ഒരു ഹാങ്ങിങ്സ്. ആദ്യം ഒരു സ്റ്റോൺ ഉണ്ട്, ആ സ്റ്റോണിൽ ഒരു ഹാങ്ങിങ്സ്. ഞാൻ ഇതൊക്കെ എപ്പോഴെങ്കിലും ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ പിന്നെ എനിക്ക് ഊരാനൊരു മടി, അത് കാരണമാണ് ഞാനത് ഊരിയിട്ട് കാണിക്കാത്തത്. അപ്പോൾ നല്ല രസമുണ്ട്, നല്ല എനിക്ക് തോന്നുന്നു നമ്മൾ ജോർജറ്റിൻ്റെ ഒക്കെ സാരിയില്ലേ, ജോർജറ്റിൻ്റെ സാരിയിലേക്ക് നല്ല ഭംഗിയുണ്ടാവും. ഇതേമാതിരി ഒരു ലോക്കറ്റ്, ഇതുപോലത്തെ സിമ്പിൾ ലോക്കറ്റ് മാലയിലോട്ടൊക്കെ ഈ കമ്മൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കമ്മൽ. നെക്സ്റ്റ് വൺ ഈസ് കുറച്ച് ഹെവിയാണ്. അപ്പോൾ എനിക്കൊരു പരിപാടി ഉണ്ട് കേട്ടോ, ഫെബ്രുവരി 2 ഞാൻ പറഞ്ഞില്ല, ഒരു കല്യാണം ഉണ്ടെന്ന്, 1 2 കല്യാണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിസപ്ഷന് ഞാനൊരു വേണ്ട ഇപ്പം തന്നെ ഞാൻ റിവീൽ ചെയ്യുന്നില്ല, ഒരു ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മേ ബി അതിലേക്കായിരിക്കും ഞാൻ ഈ കമ്മലിടുന്നത്. നല്ല രസമല്ലേ കാണാൻ? ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുള്ള കമ്മലാണേ, കണ്ടോ, നല്ല ഭംഗിയിൽ കാണാൻ. ഇത് നല്ല ഭംഗിയിൽ ആദ്യം ഉള്ളിലൊരു ജുംക്ക വരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു റൗണ്ട് വന്നിട്ട് താഴേക്ക് അതേ സെയിം കളർ ബീഡ്സ് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ഫ്രണ്ടിലൊരു ബട്ടർഫ്ലൈ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇതും ഈ സൽവാറിലേക്ക് നല്ല മാച്ച് ഉണ്ട്, നല്ല കളർ കോമ്പിനേഷൻ. ഇതിൽ എവിടെയോ ഒരു പിങ്ക് ഉണ്ട്, കണ്ടോ ഇവിടെ എവിടെയോ ഒരു പിങ്ക്, ഒരു പീച്ച് ടച്ച് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഈ കമ്മൽ നല്ല മാച്ച് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇടുന്ന ഒരു വീഡിയോ ഞാൻ എന്തെങ്കിലും ഷോർട്സ് ആയിട്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മുടെ പൂരത്തിൻ്റെ അൺബോക്സിങ് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും അൺബോക്സ് ചെയ്ത കാരണം 2 മിഠായി കിട്ടി, അല്ലെങ്കിൽ അതവിടെ ഇരിക്കും, വീണ്ടും അവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പൂരത്തിന് മേടിച്ച സാധനങ്ങൾ. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും പൂര സീസൺ ആണല്ലോ, അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ
ഒക്കെ എടുത്ത് വെക്കണം. ഇനി എല്ലാം അടുക്കി പറക്കി വീണ്ടും വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.